അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ ബൈക്കിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ ഇന്ത്യൻ ബൈക്കിൽ ഇതുവരെ വന്നൊരു പുതിയ അപ്ഡേഷനിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്തൂടെ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ ഗൈസ്, ഇപ്പോൾ പലർക്കും അറിയാമെന്ന് പറയണമായിരിക്കും. അപ്പം ഞാൻ കാണിക്കാൻ വന്ന ഇതല്ല, ഇത് ഞാൻ നേരത്തെ കണ്ടെടുത്ത് വെച്ചൊരു സ്കിന്നായിരുന്നു. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ച സ്കിന്നായിരുന്നു. എനിക്കിതല്ല വേണ്ടത്, ഇത് പാതി പേർക്കും അറിയാം. ഇപ്പം ഞാൻ കാണിക്കാൻ വന്നത് പുതിയ കുറച്ച് കാര്യങ്ങളാണ് ഗൈസ്. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളൊരു സൂപ്പർ പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ഒരു കിടിലൻ പ്ലേസ്. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഇൻവിസിബിൾ കാർ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എല്ലാം ചീറ്റ് കോഡ്സാണ് ഈ വീഡിയോ ഫുള്ള്. ഒരു 1 അടിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചാണ്ട് ഒരു 1 ഒരു ഹാഷ്ടാഗ്. പിന്നെ ഒന്ന് കാൾ ചെയ്ത് നോക്ക്. നിങ്ങൾ കണ്ട കാണുന്നത് ആണെങ്കിൽ എനിക്കിൻ്റെ ഇടി കൊണ്ട് കാർ പറന്നു പോയിട്ടേ. അതാണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത ഒരു ഗ്ലിച്ച് കാണിച്ചു തരാം. നിങ്ങളെപ്പോഴെങ്കിലും UFO കണ്ടിട്ടുണ്ടോ? ഇന്ത്യൻ ബൈക്കിൽ UFO ആണ്. നിങ്ങൾ ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ UFO ആണോ പോലീസ് ഹെലികോപ്റ്ററാണോ അതാണോ ഡ്രാഗൺ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മിലിറ്ററി കാർ കാണിച്ചു തരാം. മിലിറ്ററി കാർ. അപ്പോൾ നിങ്ങൾ മിലിറ്ററി കാണാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു 3 അടിക്കുക. 1 1 1 പിന്നെ ഒരു 3 1 അടിച്ചിട്ട് ഒന്ന് ശരിക്കും കാൾ ചെയ്ത് ഉണ്ടോ ഗൈസ്. പുതിയ അപ്ഡേഷൻ ഒന്ന് കിട്ടില്ല കാറാണ് ഗൈസ്. നമുക്ക് ഇതൊന്ന് ഓടിച്ചു. ചാടി കിടക്കാൻ പറ്റൂലേ? നമ്മുടെ ഹൽക്കിനില്ലേ ഇൻഫിനിറ്റി ഹെൽത്ത്. അപ്പം എന്തിനാ നമ്മൾ പിന്നെ പേടിക്കുന്നത്? ഈ ഡോറൊന്നും തുറക്കാക്കുന്നില്ലല്ലോ ഗൈസ്. ഇടിച്ചാൻ പറ്റുമോ? അപ്പം ഗൈസ്, അപ്പം നമുക്ക് നേരെ ഇത് കൊള്ളാം. ഇത് മുന്നേ കയറാൻ പറ്റുമോ? കയറി ഗൈസ്. ഈ ഹൽക്ക് കയറണു. കൊള്ളാം. നമുക്കിനി മിലിറ്ററി ബേസൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. മിലിറ്ററി ബേസ് ഞാനുള്ള മിലിറ്ററി ബേസിൽ പോലീസ് ഉണ്ടെന്നാണല്ലോ, അല്ല ആർമി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് അത്രയും സമയമില്ലപ്പാ. നമുക്ക് ഈ മിലിറ്ററി ബേസൊക്കെ ചുറ്റി കണ്ടില്ലേ. ഇപ്പോൾ നമുക്കാണെങ്കിൽ മിലിറ്ററി ബേസിൽ എങ്ങനെയും വെളിയിറങ്ങിയിട്ട് കുറച്ച് ചീറ്റ് കോഡ്സ് കാണിച്ചു തരാം. ഞാൻ കളിക്കൂട്ടന് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ മിലിറ്ററി ബേസിൽ കുറച്ചുകൂടെ അല്ല ചീറ്റ് കോഡ്സ് കാണിച്ചു തരാം. പിന്നെ ഹെയ്ക്കാർ എന്തെങ്കിലും ആവട്ടെ, അതും കൂടെ കാണിച്ചു തരാം. 1 2 3 4 5 ഇത്രയും മതി. ഇനി നമുക്കൊന്ന് വിളിച്ചു നോക്കാം. കാരിയർ പക്ഷേ ഈ കാരിയർ ഒന്നും കാണുന്നില്ല.
ഒന്നും കൂടെ അടിക്കാം. പക്ഷേ ഈ കാര്യം ചീറ്റ് കോഡ് ആക്ടിവേറ്റ് ആയില്ല. ഓ അത് അപ്പുറത്തെ മതില്ലോ. ഒന്നും കൂടെ അടിക്കാം. 1 2 3 4 5. അയ്യോ അയ്യോ ബോട്ടെ കുഴപ്പമില്ല. നമുക്ക് പോലീസ് ഹെലികോപ്റ്റർ 800. പക്ഷെ നിങ്ങളത് കള്ളമൊന്നും വിചാരിക്കില്ല. ഇതിൻ്റെ സൈഡിൽ അത് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. 800 1. വാവ് പോലീസ് ഹെലികോപ്റ്റർ. ഇതാണ് അടുത്ത സ്ഥലം. ഇതൊരു പോലീസ് ഹെലികോപ്റ്ററാണ്. ഇതൊക്കെ ഈ പുതിയ അപ്ഡേഷൻ വന്നതാണ്. മനസ്സില്ല. ഇൻവെസിബിൾ കാർ കാണിച്ചാൽ ഇനി എൻഡ് ഓവർ കാണിക്കും. എൻഡ് ഓവർ 20 ഈ എൻ്റെ ഓവറൊക്കെ എല്ലാവർക്കും അറിയാമെന്നുണ്ടോ? ഇന്നോവ അറിയാമോ? അറിയാത്തൊരു ഞാൻ ചുമ്മാ അടിക്കാം. 1 2 0 7. ഇനി ഞാൻ ഇതൊന്നും കളിക്കാൻ നിൽക്കില്ല. പുതിയ KTM വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ KTM 1 1 9 6 ഇതാണോ? ശേ നമ്പർ മാറിപ്പോകുന്നു. നമുക്കിനി ഇത് അടുത്ത വീഡിയോ അല്ലേ. പിന്നെ ഹോട്ട് എയർ വീണു. അയ്യോ ഇനി നമ്പർ എഴുതിയില്ല. ഹോട്ട് എയർ അല്ല, UFO 0 0 6 0 6. അയ്യോ UFO എൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിക്കണമെന്ന് പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾ ഇത് വിശ്വസിക്കില്ല ഗൈസ്. റോബോട്ട് AI ഇതിനകത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ മെയിൻ കണ്ടന്റ്. എൻ്റെ മെയിൻ കണ്ടന്റ് തന്നെ റോബോട്ട് AI ആണ്. അപ്പം റോബോട്ട് AI ആണ് 3380. ഇതാണ് എൻ്റെ ചീറ്റ് കോഡ്. റോബോട്ട് AI വന്നിട്ട് നമ്മളെ റോബോട്ട് AIക്ക് കൊല്ലാൻ ശ്രമിക്കും. റോബോട്ട് AI പവർഫുള്ളാണ് ഗൈസ്. വെടി വെച്ച് പോലും കൊല്ലാക്കത്തില്ല. പക്ഷെ ഹൽക്കോനെ പറക്കും. പക്ഷെ ഹൽക്കോനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഒളിച്ചിരിക്കും. അങ്ങനെ റോബോട്ട് അടിച്ച പ്രശ്നമായോ? എനിക്ക് ഓടിക്കോ.